രാഹുൽ, ഇപ്പോൾ അമ്മ മൗനമൊക്കെ വെടിഞ്ഞുകൊണ്ട് അമ്മയ്ക്കെതിരെ അപകീർത്തികരമായി സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുള്ള എല്ലാവർക്കും എതിരെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ അമ്മയുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായം എന്താണ് ഇതിൻ്റെ അകത്ത്? ഈ അൻസിബ ആണെങ്കിലും ലക്ഷ്മിപ്രിയ ആണെങ്കിലും ടിനി ആണെങ്കിലും ഇവരൊക്കെ ഉന്നയിച്ചിട്ടുള്ള വാദങ്ങളെ പറ്റി രാഹുലിന്റെ പ്രതികരണം എങ്ങനെയാണ്? ഞാൻ ഇതിൽ പെട്ട ഈ പറഞ്ഞ 3 പേരിൽ 2 പേരോട് മണിക്കൂറുകളോളം പേഴ്സണലി സംസാരിക്കാൻ പറ്റി ചെയ്തു. അൻസിബയോട് സംസാരിച്ചില്ല, എനിക്ക് വ്യക്തിപരമായ പരിചയമില്ല. യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ്? ഇന്നലെ കൂടെ എടുത്തു നോക്കിയാൽ അൻസിബ കൊടുത്ത പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അൻസിബ ലക്ഷ്മിപ്രിയക്കെതിരെയും അവിടുത്തെ പോലീസുകാരി ഒരു SIക്കോ മറ്റോ എതിരെ കൊടുത്ത പരാതിയിൽ കഴമ്പില്ല. ഇതാണ് അൻസിബ. ഇത് നമ്മൾ പറയുന്നതല്ല, പോലീസ് പറയുന്നതാണ്. 2, അൻസിബ വലിയൊരു ചോദ്യം ചോദിച്ചു. മറ്റൊരു മതസ്ഥാപനം ഇതേപോലെ അമ്മയ്ക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കാൻ വന്നാൽ എന്ത് ചെയ്യുമെന്ന്. സന്തോഷത്തോടെ മേടിക്കും. ക്രിസ്ത്യൻ പള്ളി കൊണ്ടുവന്നാലും മുസ്ലിം പള്ളി കൊണ്ടുവന്നാലും ഹിന്ദു ക്ഷേത്രം കൊണ്ടുവന്നാലും നാളെ ബുദ്ധിസ്റ്റുകൾ കൊണ്ടുവന്നാലും മേടിക്കും. അതിനെന്താ? നമ്മുടെ സെക്കുലറിസവും പ്ലൂറലിസവും എല്ലാവരും ഒരുമിച്ച് നിർത്തുന്നതല്ലേ. നാളെ പള്ളി കൊണ്ടുവന്നാലും മേടിക്കുമ്പോൾ 75 ലക്ഷം രൂപയാണ്. മുസ്ലിം പള്ളി കൊണ്ടുവന്നാലും മേടിക്കും, ഹിന്ദു ക്ഷേത്രം കൊണ്ടുവന്നാലും മേടിക്കും, ഇനി നിരീശ്വരവാദികൾ കൊണ്ടുവന്നാലും മേടിക്കും. എന്തായാലും പ്രശ്നം? സ്പോൺസർഷിപ്പ് നമ്മൾ എടുക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്താ? ഒരു പരിപാടി നന്നായിട്ട് നടത്താൻ സിനിമാ താരങ്ങളുടെ ബ്രാൻഡ് അസോസിയേഷൻ കൊണ്ടുവരും. അൻസിബ മറ്റൊരു സമുദായം ഇതേപോലെ ആവശ്യം വന്നാൽ എങ്ങനെ നിരാകരിക്കാനാവുന്ന? ആരും നിരാകരിക്കണമെന്ന് പറയുന്നു? ഈ കലാകാരന്മാരെല്ലാം അമ്പല പരിപാടികളിലും പള്ളി പരിപാടികളിലൂടെ വളർന്നവരല്ലേ. അതുകൊണ്ട് 3, ശ്രീ ടിനി ടോമിനെ പോലെ കേരളം അംഗീകരിക്കുന്ന ആദരിക്കുന്ന ഒരു കലാകാരൻ വർഗീയവാദിയാണ്, തന്നെ ജിഹാദി എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ? ശ്രീ ജോയ് മാത്യു അടക്കമുള്ളവർ വളരെ മുതിർന്ന ബഹുമാന്യനായ ചിന്താശേഷിയുള്ള വ്യക്തിയാണ്. അദ്ദേഹം അടക്കം ടിനി ടോമിനെയല്ലേ സപ്പോർട്ട് ചെയ്തു. ഇനി യഥാർത്ഥത്തിൽ പ്രശ്നം എന്താ? ശ്രീമതി ലക്ഷ്മിപ്രിയ അവർ കൂടുതലൊരു ഹിന്ദു വലതുപക്ഷത്തോടോ BJPയോടോ ഒക്കെ ചേർന്ന് നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഈ ശ്രീമതി ലക്ഷ്മിപ്രിയയുടെ ഫോണിലേക്ക് അൻസിബ ഒരു മെസ്സേജ് അയച്ചു. ഒരു ദ്വയാർത്ഥ പ്രയോഗമുള്ള മെസ്സേജും ഫോട്ടോകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ ചില ഫോട്ടോകൾ ഇങ്ങനെ വന്നു. എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എന്ന് നാട്ടുകാർക്ക് അറിയാറുണ്ട്, ഞാൻ പറയുന്നില്ല. അത് ലക്ഷ്മിപ്രിയയുടെ വീട്ടിലടക്കം പ്രശ്നമുണ്ടായി. ലക്ഷ്മിപ്രിയ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. അങ്ങനെ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്താൽ വിളിക്കാതിരിക്കാൻ അൻസിബ ഏതെങ്കിലും ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉള്ള ആളൊന്നും അല്ലല്ലോ. എന്നിട്ട് ഈ അൻസിബയെ വെച്ച് നമ്മുടെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ അമ്മയ്ക്കുള്ളിൽ എന്തോ വലിയ വിപ്ലവ പോരാട്ടം നടക്കുക എന്നുള്ള രീതിയിൽ ഒക്കെ അപ്രോച്ച് ചെയ്യുകയാണ്. ഇതൊക്കെ എന്താ അർത്ഥമുള്ളത്? അമ്മ എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ ഏകദേശം 110ഓളം മനുഷ്യർക്ക് എല്ലാ മാസവും 5000 രൂപ വെച്ച് കൈനീട്ടം കൊടുക്കുന്നൊരു സംഘടനയാണ്. എന്ന് പറഞ്ഞാൽ വർഷം ദശലക്ഷങ്ങൾ വേണം ഇവർക്ക് കൊടുക്കാൻ തന്നെ. അപ്പം തമിഴിൽ നടികർ സംഘമുണ്ട്, മറ്റേ സീറ്റയാണെന്ന് തോന്നുന്നു ഡൽഹിയിലുള്ളത്, പിന്നെ ഉണ്ട് തെലുങ്കിൽ അടക്കമുള്ളതുണ്ട്. ഇവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ 2020 എന്ന് പറയുന്നൊരു പദ്ധതി ശ്രീ ദിലീപ് അടക്കമുള്ള ആൾക്കാർ ചേർന്ന് നടപ്പാക്കിയതാണ്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു സിനിമ. അപ്പോൾ അമ്മയുടെ ഉള്ളിൽ പ്രശ്നങ്ങൾ കാണാം, ഇല്ലെന്ന് പറയുന്നില്ല. എല്ലാ സംഘടനയിലും എല്ലാ വീട്ടിലും പ്രശ്നങ്ങളില്ലേ. ഇപ്പോൾ അമ്മ എന്ന് വിളിക്കാൻ പാടില്ല, AMM എന്ന് വിളിക്കാൻ പാടുള്ളൂ, അതാണ് പുരോഗമനം, അതാണ് ഫെമിനിസം എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന മലയാള ഇൻഡസ്ട്രിയുടെ അഭിമാനമാണ് അമ്മ. അതിൽ പ്രശ്നങ്ങളുണ്ടാകാം, അത് ശ്രീമതി ശ്വേതാ മേനോനും ശ്രീമതി കുക്കു പരമേശ്വരനും അടക്കമുള്ളവർ ചേർന്ന് പരിഹരിക്കും. പക്ഷേ മീഡിയയെ ഉപയോഗിച്ച് അമ്മയെ കരിവാരി തേക്കാൻ ചില മാധ്യമ സ്ഥാപനങ്ങൾ, ചില അഭിനേതാക്കളും ശ്രമിക്കുന്നുണ്ട് എന്ന് വിഷമത്തോടെ പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അതുല്യ എന്ന ഒരു ജീവനക്കാരിയുടെ പരാതിയിന്മേൽ, അല്ലെങ്കിൽ അവരെ ഒന്നും പറയാതെ, അല്ലെങ്കിൽ അവരെ പെട്ടെന്ന് പിരിച്ചുവിട്ടു, ഇതായിരുന്നല്ലോ പ്രശ്നം. അപ്പം ആ പ്രശ്നത്തിൽ പോലും പറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ട്രഷറർക്ക് വേണ്ടിയിട്ടൊന്ന് സഹകരിക്കണം, അല്ലെങ്കിൽ അയാളെ സന്തോഷിപ്പിക്കണം, ഇതായിരുന്നു വിവാദം കൊളുത്തിവിട്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ അൻസിബ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജിഹാദി എന്ന് വിളിച്ചു, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടെങ്കിലും അൻസിബയെ പറ്റി അവിഹിത കഥകൾ പറഞ്ഞുണ്ടാക്കി, അല്ലെങ്കിൽ അത് പ്രകാരം തന്നെ നാണം കെടുത്തി മാനസികപരമായി പീഡിപ്പിച്ചിട്ടാണ് താൻ പുറത്തേക്ക് കുടുംബത്തോടക്കം ചേർത്ത് കഥകൾ പറഞ്ഞു. ഇതൊക്കെ എന്താ തെളിവ്? ഇതിനൊക്കെ ഇങ്ങനെ അൻസിബ പറയുന്നതിന് എന്താ തെളിവ്? അതായത് എങ്ങനെ ശ്രീ ടിനി ടോം തെളിയിക്കും താൻ എങ്ങനെ പറഞ്ഞിട്ടില്ല? ഒരാൾക്ക് എങ്ങനെ ഒരു നെഗറ്റീവ് തെളിയിക്കാൻ കഴിയും? അതായത് എന്നെക്കുറിച്ച്, രാഹുൽ ഈശ്വറിനെ കുറിച്ച് എന്താ പറയണേ, ഒരു എന്താ പറയുക, ശ്രുതി എന്ന് പറഞ്ഞൊരു കുട്ടി എന്നെക്കുറിച്ച്, രാഹുൽ ഈശ്വർ എന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞിട്ടേ കാണില്ല. ഞാനില്ല എന്നെങ്ങനെ തെളിയിക്കും? പകരം പറയുന്നവരല്ലേ അങ്ങനെ ഉണ്ടെന്ന് തെളിയിക്കേണ്ടത്. എനിക്ക് തോന്നുന്നില്ല നാദിർ ഷയും മമ്മൂക്കയും ഒക്കെ സിനിമയെ കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്ത ടിനി ടോം എന്തെങ്കിലും മുസ്ലിം വിരോധം വെച്ച് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ശ്രീ ടിനി ടോം തന്നെ ജിഹാദി എന്ന് വിളിച്ചു, ടിനി ടോമിൻ്റെ ഏതോ ഡ്രൈവറെ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് ടിനി ടോം പറഞ്ഞു വരുത്തി എന്നൊക്കെ പറയുന്നതിൽ ഒരു അവിശ്വസനീയതയുണ്ട്. അപ്പോൾ ഈ അവിഹിത കഥകളോ അൻസിബ പറഞ്ഞ പ്രധാന കാര്യം എന്ന് പറയുന്നത് വേറൊരാൾ വാലിഡേറ്റ് ചെയ്യണ്ടേ, തെളിവ് വേണ്ടേ? എന്നാൽ നേരെ തിരിച്ച്
പോലീസിൽ പരാതിയുള്ള കാര്യമാണ്. അവിഹിതം എന്ന് ധ്വനിക്കുന്ന രീതിയിൽ ലക്ഷ്മിപ്രിയയ്ക്ക് മെസ്സേജ് അയച്ചതാരാണ്? അൻസിബയാണല്ലോ. അതെന്തായാലും തെളിവുള്ള കാര്യമാണല്ലോ. അതിന് തെളിവുള്ളതെന്ന് പറയുന്ന കാര്യം അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ട്. ഞാൻ ആ മെസ്സേജ് കണ്ടിരുന്നു. അത് പല മീഡിയയിലും വന്നിട്ടുണ്ട്. പോലീസിൽ പരാതിയായിട്ട് പോയി. അപ്പോൾ അൻസിബ നമുക്കെല്ലാം ഇഷ്ടമുള്ള നടിയാണ്. എനിക്ക് വരെ വ്യക്തിപരമായിട്ടൊന്നുമില്ല. ദൃശ്യത്തിൻ്റെ കഥ പോലും കേന്ദ്രീകരിച്ചിരിക്കുന്ന അൻസിബയുടെ ആ ക്യാരക്ടറിലാണ്. നമുക്കെല്ലാം ലാലേട്ടൻ്റെ മോളായി വന്ന് ഇഷ്ടമുള്ളതാണ്. പക്ഷേ അൻസിബയുടെ പല നിലപാടുകളും അപക്വമോ ശരിയല്ലാത്തതാണെന്ന് തോന്നാൻ കാരണം ഈ അമ്പലത്തിൻ്റെ കാര്യം, അൻസിബ പറയുന്ന ആരോപണങ്ങൾ വേറെ ആരും വാലിഡേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വേറൊരാൾ കേട്ടു എന്ന് പറയുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംശയങ്ങൾ തോന്നുന്നുണ്ട്. ഞാനതുകൊണ്ട് എനിക്ക് കൂടുതൽ ശരിയെന്ന് തോന്നുന്ന പക്ഷം ശ്രീ ടിനി ടോമിൻ്റെയും ശ്രീമതി ലക്ഷ്മിപ്രിയയുടെയും ഒക്കെ പക്ഷമാണ്. കാര്യം അവർ പറയുന്നത് അങ്ങനെ ശ്രീമതി ലക്ഷ്മിപ്രിയ വെളിയിൽ മീഡിയക്കാരോട് ഒന്നല്ല പറഞ്ഞത്, പോലീസിൽ കൊണ്ട് പരാതി കൊടുക്കുകയാണ് ചെയ്തത്. ഇന്നലെ 2 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു പോലീസ് റിപ്പോർട്ടും കൊടുത്തു അൻസിബയുടെ പരാതിയിൽ കഴമ്പുമില്ല. അപ്പോൾ അൻസിബ അതിനുശേഷം ചില കാര്യങ്ങൾ ഉയർത്തി പുകമറ സൃഷ്ടിക്കുകയാണെന്നും ഇതിൽ ഏറ്റവും വലിയ തമാശ ചാനൽ ചർച്ചകളിൽ 1-2 ഇരുന്നു. ഇത് പുരുഷാധിപത്യത്തിനും പാട്രിയാർക്കിക്കും എതിരെയുള്ള പോരാട്ടമാണെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അതായത് ശ്വേതാമേനാണോ പാട്രിയാർക്കി? ഇപ്പം എന്ത് പറഞ്ഞാലും ഇങ്ങനെ കുറേ നമ്പറുകൾ ചില ആൾക്കാർ എടുക്കുമെന്നുള്ളതാണ്. തീർച്ചയായും. അപ്പോൾ ഇത് ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇങ്ങനെ പറയുമ്പോൾ പ്രേക്ഷകർക്ക് തോന്നുന്നൊരു കാര്യം, ഇനി ഈ അൻസിബ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ടിനി ടോമിനെതിരെയാണല്ലോ. അപ്പോൾ പുരുഷനായതുകൊണ്ടാണോ ഈ രാഹുൽ ഈശ്വർ? അത് ഒരു ആംഗിളും കൂടെ ഉണ്ട്. കാര്യം അൻസിബ ടിനി ടോമിനെ സാമൂഹിക വിപത്തെന്ന് വിളിച്ചു, കേട്ട് കാണും. തിരിച്ച് ടിനി ടോം അൻസിബയെ സാമൂഹിക വിപത്തെന്ന് വിളിച്ചാൽ ടിനി ടോം അറസ്റ്റിലാവും. തിരിച്ച് അതായത് അൻസിബ സാമൂഹിക വിപത്തെന്ന് ടിനി ടോമിനെ വിളിച്ചു. ടിനി ടോം നീ എന്നെ അങ്ങനെ വിളിച്ചല്ലേ, നീയും സാമൂഹിക വിപത്താണെന്ന് തിരിച്ചു പറഞ്ഞാൽ അപ്പം ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് ദി വുമൺ എന്ന് പറഞ്ഞ് ടിനി ടോമിനെ അറസ്റ്റ് ചെയ്യും. പാവം ടിനി ടോമിൻ്റെ പ്രതികരണം എനിക്ക് കേട്ടിട്ട് സന്തോഷവും വിഷമവും തോന്നി. ഞാൻ എല്ലാം ദൈവത്തിന് വിട്ടിരിക്കുന്നു. വേറെ എന്ത് പറയാനാണ്? അതായത് ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ശരിക്കും സത്യസന്ധമാണ് അൻസിബ ജിഹാദിയാണെന്ന് ടിനി ടോം പറയുമെന്ന് പറഞ്ഞു വരുത്തോന്നു. എനിക്കെന്തോ കേട്ടിട്ട് വിശ്വാസിയായി തോന്നുന്നില്ല. ശ്രീ ജോയ് മാത്യു അടക്കമുള്ള ആൾക്കാർക്ക് തോന്നുന്നില്ല. ടിനി ടോം ഇത് ആരോടെങ്കിലും പറയണ്ടേ? ആ പറഞ്ഞ ആൾ ആരാണ്? പറഞ്ഞാൽ പോരെ. ആ പറഞ്ഞ ആൾ ആരാണ്? അങ്ങനെ പറയുന്നില്ല. അപ്പം ആ ആരോപണങ്ങൾക്കൊരു വിശ്വാസ്യത ഇതുവരെ വന്നിട്ടില്ല. 2, ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ചില മാധ്യമങ്ങൾക്ക്, കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് അമ്മയോട് എന്തോ വിരോധമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ് സാക്ഷാൽ ലാലേട്ടൻ, സാക്ഷാൽ മോഹൻലാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രശ്നം വന്നപ്പം മാധ്യമങ്ങളോട് താഴ്മയായ സ്വരത്തിൽ പറയുകയാണ്, നമ്മൾ ഒന്നല്ലായിരുന്നു ഇന്നലെ വരെ, ഇന്ന് രാവിലെ ആയപ്പോൾ എന്ത് പറ്റി? അതായത് ഒരുമിച്ച് നിന്ന് മാധ്യമങ്ങളും സിനിമാക്കാരും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദിവസം രാവിലെ ഇരുട്ടി വെളുത്തപ്പോൾ അമ്മക്കാരെല്ലാം അധോഗമനവാദികളും ഞങ്ങൾ പുരോഗമനവാദികളുമായി മാധ്യമങ്ങളും റീകാസ്റ്റ് ചെയ്തു. ലാലേട്ടൻ വന്ന് പറഞ്ഞിട്ട് പോലും അവരുടെ സ്വരം മാറ്റാനോ മറ്റും ഇവർ തയ്യാറായില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശ്രീ സിദ്ദിഖ് എത്ര നന്നായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സിദ്ദിഖ് എന്തെങ്കിലും ഒരു വ്യാജ ആരോപണം വന്നു, ശ്രീ സിദ്ദിഖ് രാജിവെച്ചു, സിദ്ദിഖിൻ്റെ കൂടെയുള്ള എല്ലാവരും രാജിവെച്ചു. ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? രാവിലെ ഫേസ്ബുക്ക് എഴുതിയിട്ടാൽ പോരെ. ശ്രീ സിദ്ദിഖിനടക്കം അനുകൂല പരാമർശങ്ങളോടെ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ കിട്ടി. പക്ഷെ ഇത്രയധികം പരാതികൾ ഒരു സംഘടനയ്ക്കെതിരെ ഉയർന്നു വരുന്ന സമയത്ത് അവർ മാറി അടുത്ത ആളുകൾ വരുന്നത് ഒരു തെറ്റായ കാര്യം. ഈ പരാതി വന്നാൽ പരാതിയിൽ ശരിയാണെന്ന് കാര്യം വേണ്ടേ? ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ പ്രതിച്ഛായ സിനിമ ഉണ്ടോ എന്ന് അറിയില്ല, നിവിൻ പോളിയുടെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള സിനിമയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഉമ്മൻചാണ്ടി സാറിനെ ഒരു വ്യാജ പരാതിയുടെ പേരിൽ അദ്ദേഹം മനസാ വാചാ കർമ്മണ അറിയാത്ത കാര്യത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീ അദ്ദേഹം എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അത് നഷ്ടപ്പെട്ടത്. അതാണ് ആലങ്കാരികമായി കാണിക്കുന്നത് ബാലേന്ദ്രമേനോൻ ഹൃദയം പൊട്ടി മരിക്കുന്നത്. ഇനി ശ്രീ ബാലേന്ദ്രമേനോനും നിവിനും അങ്ങനത്തെ ഉദാഹരണങ്ങളുണ്ട്. ശ്രീ ബാലേന്ദ്രമേനോനെതിരെ ഇതേപോലെ കള്ള ആരോപണങ്ങൾ വന്നു. ശ്രീ ബാലേന്ദ്രമേനോൻ കോടതിയിൽ പോരാടി ജയിച്ചു. അപ്പം ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ വിധിയാണ് ആണിനും അഭിമാനത്തോടെ ജീവിക്കാൻ അർഹതയുണ്ടെന്ന്. ഒരു കോടതി വിധി അങ്ങനെ പറയുന്നത് തന്നെ എന്ത് വിഷമകരമായ അവസ്ഥയാണ്. ആണിനും ഇവിടെ അഭിമാനത്തോടെ ജീവിക്കാൻ അർഹതയുണ്ടെന്നൊരു കോടതിക്ക് പറയേണ്ടി വരുന്നത് എത്രമാത്രം മോശം അവസ്ഥയാണ്. ഇനി നിവിൻ പോളിയുടെ കാര്യം ആലോചിച്ച് നോക്കി. അതാണ് ക്ലിയർ കട്ട് കേസ്. നിവിൻ്റെ ഭാഗ്യത്ത് നിവിൻ നമ്മുടെ കൊച്ചിയിലുണ്ടായിരുന്നു. നിവിൻ എന്നെ ദുബായിൽ വെച്ച് റേപ്പ് ചെയ്തു എന്നൊരു പെൺകുട്ടി പറഞ്ഞു. ഈ പെൺകുട്ടി ഞങ്ങളടക്കം ഇരിക്കുന്ന ചാനൽ ചർച്ച ഇരിക്കുന്നതാണ്. അവസാനം 2 ദിവസം കഴിഞ്ഞപ്പോൾ നിവിൻ തെളിവ് സഹിതം കൊണ്ടുവന്നു. നിവിൻ ഇവിടെ കേരളത്തിലായിരുന്നു, ആ പെൺകുട്ടി ദുബായിലാണ് ആ സമയത്തെന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞെന്താ അറിയാമോ? ഉറക്കപ്പിച്ചിൽ ഞാൻ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയെന്നാണ്. നിവിൻ പോളിയുടെ കള്ളക്കേസായിരുന്നു, ഉമ്മൻചാണ്ടിയുടെ കള്ളക്കേസായിരുന്നു, നമ്മുടെ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെ കള്ളക്കേസായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധങ്ങളായിരുന്നു. അതപ്പം റേപ്പല്ല എന്നുള്ള അതിനർത്ഥം. റേപ്പ് ചെയ്തൊരു ആണിന് 10,000 രൂപ വിഷു കഴിഞ്ഞിട്ട് ഒരു സ്ത്രീയും കൊടുക്കില്ലല്ലോ. അതായത് റേപ്പ് നടന്ന ദിവസങ്ങൾക്ക് 5-7 ദിവസത്തിന് ശേഷം വിഷു വരികയാണ്. റേപ്പ് ചെയ്ത പുരുഷന് ഏതെങ്കിലും സ്ത്രീ 10,000 രൂപ വിഷു കഴിഞ്ഞിട്ടോട്ട് കൊടുക്കും. അപ്പോൾ ഈ കേസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് എടുത്തു നോക്കുമ്പോൾ ഇതെല്ലാം കള്ളാപ്പോട്ടെ. ശ്രീ രഞ്ജിത്ത് സാർ, നമ്മുടെ ഇതിഹാസ തുല്യനായ സംവിധായകൻ രഞ്ജിത്ത് സാർ, പുള്ളിക്കെതിരെ ആദ്യം വന്ന പരാതി തെല്ലിപ്പോയി. ഇപ്പം അല്ല, വർഷങ്ങൾക്ക് മുമ്പ് അത് ഒരു പക്ഷേ ശ്രദ്ധിച്ച് കാണും.
ആ പരാതി തള്ളിപ്പോയി. രണ്ടാമതൊരു പുരുഷൻ പുള്ളിക്കെതിരെ പരാതി കൊടുത്തു. അന്ന് ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് ആ ഹോട്ടൽ പോലും ഇല്ലായിരുന്നു. എത്ര കള്ളക്കേസുകളാണ് വരുന്നത് ഒന്ന് ഓർത്ത് നോക്കുക. താങ്കളുടെയും എൻ്റെയും, നമ്മളുടെ അച്ഛനും നമ്മളുടെ സഹോദരനും നമ്മളുടെ മകനും നമ്മളുടെ സുഹൃത്തും ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നാളെ ഒരു പരാതി വന്ന് അവരുടെ ലൈഫ് തീരുകയാണ്. അല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ വിഷയങ്ങളാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ പുരുഷന്മാരും വിക്റ്റിമായിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ എൻ്റെ അപ്പുറത്തേക്കും അമ്മയിൽ നിന്ന് ഉയർന്നു വരുന്ന ഓരോ പരാതികളും എല്ലാം അങ്ങ് ക്രിയേറ്റിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ പരാതി പ്രൂവ് ചെയ്യണം. അറിയില്ല, ശരിയായിരിക്കാം തെറ്റായിരിക്കാം, ആ പരാതി പ്രൂവ് ചെയ്യണം. പ്രൂഫ് ഇല്ലാതെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ പറയുന്ന പരാതികളെല്ലാം ശരിയാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുമോ? തെറ്റാണെന്ന് അസ്യൂം ചെയ്യണമെന്ന് പറയുന്നില്ല. ശരിയോ തെറ്റോ ആകട്ടെ, അന്വേഷണ വിധേയമായി തീരുമാനമെടുക്കാം, അങ്ങനല്ലേ പറയാൻ പറ്റൂ. നാളെ ആർക്കെതിരെ പരാതി ഉന്നയിച്ചുകൂടി? അന്വേഷണ വിധേയമായി നമുക്ക് തീരുമാനമെടുക്കാം എന്ന് പറയുന്നല്ലാതെ വേറെ എന്താ വഴി? അപ്പോൾ ഇത് ആർക്കും, എന്നാലും ഒരു കാര്യത്തിൽ അൻസിബയോട് എനിക്ക് ബഹുമാനമുണ്ട്. സ്ഥിരം നമ്പറായ ലൈംഗിക ആരോപണങ്ങൾ വന്നില്ല. അതൊരു വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. കാര്യം ഏതെങ്കിലും ഒരു പുരുഷനെതിരെ ഉണ്ടെങ്കിൽ ആദ്യം ലൈംഗികാരോപണമാണ് വരുന്നത്. അങ്ങനെ ഇത്തവണ വന്നില്ല. അമ്മയുടെ ഉള്ളിലെ ചിലപ്പം തർക്കം കാണും, സംഘടനയൊക്കെ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷും ഫൈറ്റും അടിയും ഒക്കെ കാണും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളെല്ലാം അമ്മയെ കാണുന്നത് എങ്ങനെയാണ്? ഇവരെല്ലാം നമുക്ക് താരങ്ങളാണ്, നമ്മൾ സിനിമാ സ്ക്രീനിൽ കണ്ട്. അപ്പോൾ ഇത്രയും വലിയ താരങ്ങളെ പരസ്പരം അടികൂടാതെ അവരുടെ ശ്വേതാ മേനോൻ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നടിയാണ്, അല്ലെങ്കിൽ അമീർ ഖാൻ്റെയും സൽമാൻ ഖാൻ്റെയും കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ബോളിവുഡിലടക്കം അഭിനയിച്ചിട്ടുള്ള അവരുടെ നേതൃത്വത്തിലും ശ്രീമതി കുക്കു പരമേശ്വരൻ വലിയ കലാകാരിയാണ്. അപ്പം ഉണ്ണി ശിവപാലുണ്ട്, പിന്നെ ടിനി ടോം ഉണ്ട്. ഇവരുടെ ഇടയിൽ തർക്കം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ശ്രീ രമേശ് പിഷാരടിക്കൊക്കെ, നമ്മുടെ മന്ത്രി PC വിഷ്ണുനാഥനൊക്കെ ഇടപെട്ട് ഈ തമ്മിത്തല്ല് ഒഴിവാക്കണം. മാധ്യമങ്ങളെ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുന്ന പ്രവണത ഒഴിവാക്കണം. ഇതുവരെ നല്ല മിതത്വമാണ് ശ്രീ ടിനി ടോം അടക്കമുള്ള ആൾക്കാർ കാണിച്ചിട്ടുള്ളത്. ശ്രീ ലക്ഷ്മിപ്രിയ നിയമപരമായിട്ടാണ് പോയത്. അതായത് നിയമത്തിൻ്റെ വഴിയിൽ പോലീസിലാണ് പരാതി കൊടുത്തത്. അൻസിബ അവസാനം കൊടുത്ത പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളത് വസ്തുതകളാണ്. അത് നഷ്ടപരിഹാരം ചോദിച്ചതല്ലേ? 10 കോടി രൂപ. ഈ 10 കോടി ഒന്നും കിട്ടൂലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അതൊരു എന്താ പറയുന്നത്, ഒരു പോസ്റ്ററിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ്. ഏതെങ്കിലും കേസിൽ ആർക്കെങ്കിലും 10 കോടിയോ 1 കോടിയോ 10 ലക്ഷമെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രമാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കി എന്ന ഒരു പോയിന്റ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നഷ്ടപരിഹാര കേസൊന്നും ആത്യന്തികമായി ജയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1 in 1000 കേസ് മേ വിൻ. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ലാലേട്ടനോ മമ്മൂക്കയൊക്കെ ഇടപെട്ടതെന്ന് അവർ പറഞ്ഞ അവരോട് ഇപ്പോൾ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഓൾറെഡി ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അന്ന് ഇവരെ മാധ്യമങ്ങളെല്ലാം കൂടെ കൂട്ടത്തിലിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ താങ്കൾ തന്നെ കുറച്ച് മുമ്പേ പറഞ്ഞല്ലോ, എന്തിനാണ് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് നമ്മൾ ശത്രുഭാഗത്ത് നിൽക്കുന്നത്, അത്തരത്തിൽ ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ആ ഒരു സ്ഥാനങ്ങളൊക്കെ മാറി സ്ത്രീകൾ തന്നെ നേതൃത്വത്തിലേക്ക് വരുന്ന ഒരു കാര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണെങ്കിലും അമ്മയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു ഉത്തരം പറയാൻ സാധിക്കുന്ന അമ്മയുടെ പ്രസിഡന്റിന് തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞത് ശ്വേതാ മേനോനാണ് സ്ഥാനം കൊണ്ട് പ്രധാനമെങ്കിലും. ഇപ്പം പണ്ടും ഇന്നസെന്റ് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ശ്രീ ഇടവേള ബാബുവാണ് കാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ബാബു ചേട്ടന് വലിയൊരു എഫിഷ്യൻസി ഉണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. ലാലേട്ടനും മമ്മൂക്കയും പറഞ്ഞ എല്ലാവരും ഒന്ന് അടങ്ങും, ഒന്ന് കേൾക്കും. അവരാണല്ലോ ഒരു കോർണർ സ്റ്റോൺ ആയിട്ട് നിൽക്കുന്നത്. അപ്പം മുതിർന്ന ആൾക്കാർ ഇടപെടുകയും മറ്റും വേണം. ഈ അടി അമ്മയ്ക്ക് ശോഭ നൽകുന്നില്ല എന്നുള്ളൊരു കാര്യം സത്യമാണ്. അവസാനം വരെ ഇടപെടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇടപെടണമെന്നുള്ളതാണ് ഒരു സിനിമാ പ്രേമി എന്ന രീതിയിൽ ലാലേട്ടനൊക്കെ പറയുകയാണെങ്കിൽ അതിനൊരു സമാധാനം ഉണ്ടാകും. അല്ലെങ്കിൽ ഇങ്ങനെ സിമ്മർ ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ വീണ്ടും പുകഞ്ഞിരിക്കും എല്ലാവരും. ഇപ്പോൾ അൻസിബയാണെങ്കിലും ടിനി ടോം ആണെങ്കിലും, ഇനി അങ്ങനെയൊന്നും പറയല്ലേ, പറഞ്ഞ തെറ്റാണ്, നീ ക്ഷമ ചോദിക്കും എന്ന് പറഞ്ഞാൽ അറിയില്ല, അൻസിബ നീ അവനെ വിഷമിപ്പിച്ചോണെങ്കിൽ നീ ക്ഷമ ചോദിക്കും. യൂഷ്വലി നമ്മൾ സോൾവ് ചെയ്ത് വിടില്ലേ. അല്ലാതെ ഇതൊരു വലിയ നിയമ പോരാട്ടമായിട്ടൊക്കെ എടുത്തു പോകുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ അറിയില്ല. ഇനി ഒരു വരി കൂടെ സൂചിപ്പിക്കാം. താങ്കൾ നേരത്തെ ഹേമ കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ ഹേമ കമ്മിറ്റിയിൽ ആദ്യം ശക്തമായിട്ട് ഹേമ കമ്മിറ്റിയുടെ രീതി ശരിയല്ല എന്നെടുത്ത നിലപാട് ഞാനൊക്കെ പറഞ്ഞാണ്. എനിക്കൊക്കെ ഒരുപാട് ചീത്ത കേട്ടാണ്. പക്ഷേ അവസാനം അതിലേക്ക് തന്നെ വന്നില്ലേ. ഇതിൻ്റെ പ്രശ്നം എന്താ അറിയാവോ? 40 വർഷം മുമ്പ് ഒരു പെൺകുട്ടിക്ക് ഒരു ദുരനുഭവം ഉണ്ടായി, ഇതൊരു പരാതി വരുന്നു എന്നിരിക്കട്ടെ, എന്ത് ചെയ്യാൻ പറ്റും? അത് വിഷമകരമായൊരു കാര്യമാണ്. നമ്മുടെ സഹോദരിമാർക്കോ അമ്മമാർക്കോ നമ്മുടെ പെൺകുട്ടികൾക്കോ 40 വർഷം മുമ്പ് ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കട്ടെ, എങ്ങനെ തെളിയിക്കാതിരിക്കും? അതായത് ഒരു കേസിൽ ആളുടെ പേര് പറയുന്നില്ല, 35 വർഷം മുമ്പ് ഒരാൾ എന്നോട് അപമര്യാദയായി പെരുമാറി. അയാൾക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും ഞാൻ പെരുമാറിയില്ലെന്ന്? 35 വർഷം മുമ്പ് ഫോണില്ല, ഇന്ന് കാണുന്ന രീതിയിൽ മറ്റേ മൊബൈലില്ല, ഫോണില്ല. തെളിയിക്കാനോ തെളിയിക്കാതിരിക്കാനോ പറ്റില്ല. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്, ആ പരാതി ഒരു വിഷമം എന്ന രീതിയിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യൂ. എന്നാൽ പ്രായോഗികമായി നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് മന്ത്രി സജി ചെറിയാൻ്റെ നല്ല നിലപാടായിരുന്നു. പുള്ളി പറഞ്ഞു നമുക്കൊരു സിനിമാ കോൺക്ലേവ് വിളിക്കാം. അപ്പോൾ എനിക്കിഷ്ടമുള്ള, ഞങ്ങളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്, പാർവതി തിരുവോത്തടക്കം പറഞ്ഞു അത് പറ്റൂല, സിനിമാ കോൺക്ലേവ് പറ്റൂല. ഇത് കേസ് എടുക്കുന്നത് പ്രായോഗികമല്ല.
അപ്പം വെറുതെ ഡയലോഗ് അടിക്ക് വേണ്ടിയും മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ ഈ സ്ട്രോങ് മാൻ കൈയ്യടി കിട്ടാൻ വേണ്ടിയും പറയുന്ന കാര്യമില്ല. ഹേമ കമ്മിറ്റിക്ക് പ്രായോഗികമായിട്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഞാനടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ച അതേ നിലപാട് ഹേമ കമ്മിറ്റി അവസാനിച്ചു എന്നും കൂടെ ഓർക്കണം. തീർച്ചയായും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ കാര്യം കാണിക്കൽ അല്ലെങ്കിൽ അത് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ അൻസിബയെ പുറത്താക്കും. അപ്പോൾ അതൊരു ഹാർഡ് സ്റ്റെപ്പാണ്. അൻസിബയും വളരെ പ്രതിഭയുള്ള ഒരു കലാകാരിയാണ്. എനിക്ക് അൻസിബയുടെ നിലപാടുകളോടൊന്നും യോജിപ്പില്ല. ആരെയും പുറത്താക്കുന്നത്, ഒരു അമ്മ ആരെയും പുറത്താക്കില്ല. ഒരമ്മ അമ്മയുടെ മക്കളെ ആരെയും പുറത്താക്കില്ല. അമ്മ മക്കളോട് എതിർപ്പുണ്ടെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഒരുമിച്ച് ചേർത്ത് നിർത്തി കൊണ്ടുപോകും, അല്ലെങ്കിൽ വിഷമമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകും. ആരെയും പുറത്താക്കുന്നത്, പണ്ട് ദിലീപേട്ടനെ പുറത്താക്കണം ചില സ്ട്രോങ് സ്റ്റാൻഡുകളൊക്കെ ഉണ്ടായിരുന്നു. ദിലീപേട്ടനെ അങ്ങനെ ചെയ്തത് ശരിയായില്ല, അത് മറ്റൊരു കാര്യം. ദിലീപേട്ടൻ ഇന്ന് നിരപരാധിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി, അന്ന് ഞാനാ പറഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെ അൻസിബയും പുറത്താക്കുകയല്ല, ലാലേട്ടനെയോ മമ്മൂക്കയോ ഒക്കെ വിളിച്ച് ഇവർ രണ്ടുപേരും എടാ പഴയ പ്രശ്നങ്ങളെല്ലാം തീർന്നു, ഇന്ന് ലാലേട്ടനോ മമ്മൂക്കയോ ഒരു വാക്ക് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ആ രീതിയിൽ ആരെങ്കിലും ഒരു സമവായം കണ്ടെത്താം. അൻസിബ ഇനിയും ഒരുപാട് നല്ല സിനിമകളിൽ അഭിനയിക്കണം. അൻസിബയ്ക്ക് നല്ലൊരു ഭാവി. ശ്രീ ടിനി ടോമിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ശ്രീ ടിനി ടോമിനും അൻസിബയ്ക്കും ശ്രീമതി ലക്ഷ്മിപ്രിയയ്ക്കും നല്ല ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ശ്രീമതി ലക്ഷ്മിപ്രിയ. അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥന. തീർച്ചയായും.